1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. പെരുന്നാൾ ദിവസം ഈദ്ഗാഹ് ചിത്രങ്ങൾ പകർത്തുന്നതിനിടെ 8ന്റെ പണി തന്നു പറക്കും ക്യാമറ. എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിന് സമീപമാണ് സംഭവം. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം തക്ബീർ ധ്വനികൾ മുഴക്കി സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലായിരുന്നു വിശ്വാസികൾ. എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിലും വിശ്വാസി സമൂഹം ആത്മനിർവൃതിയുടെ ആഘോഷവേളയ്ക്കായി തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിലാണ് തലയ്ക്കുമീതെ വട്ടമിട്ട പറക്കുന്ന ഡ്രോൺ ക്യാമറ പറന്നു വന്നത്. സീതി ഹാജി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയവരുടെ എല്ലാം ശ്രദ്ധ പറക്കുന്ന ക്യാമറയിലേക്ക്. പെട്ടെന്ന് തന്നെ ക്യാമറയും പറന്നകന്നു. അല്പസമയത്തിന് ശേഷമാണ് കാര്യം അറിയുന്നത്. ഡ്രോൺ ക്യാമറ സമീപത്തെ 4 നില കെട്ടിടത്തിന് മുകളിലെ ഷട്ടിൽ കോർട്ടിന് മുകളിലിട്ട ഷീറ്റിനു മീതെ കുടുങ്ങിയെന്ന്. എടവണ്ണ സ്വദേശി കാലുവിന്റെ അകത്ത് ഫാസിലിന്റെ 1.25 ലക്ഷം രൂപ വില വരുന്ന ഡ്രോൺ ക്യാമറയാണ് മുകളിൽ കുടുങ്ങിയത്. തുടർന്ന് ERFനെ വിവരം അറിയിച്ചു. ERF അംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും റെസ്ക്യൂ കൂടുതൽ അപകട സാധ്യതയുള്ളതിനാൽ തിരുവാലി ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് തിരുവാലി ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി ERF ടീമും സഹകരിച്ച മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഡ്രോൺ ക്യാമറ പുറത്തെടുത്തത്. സമീപത്തെ കെട്ടിടത്തിലേക്ക് കോണി ഉപയോഗിച്ച് കയറി കയർ വലിച്ചുകെട്ടി തൂങ്ങി സാഹസികമായാണ് മുകളിലേക്ക് കയറിയത്. നേരത്തെ അവിടെ ഷീറ്റ് സ്ഥാപിച്ച കാഞ്ഞിരാംപാടം മാലിയൻ അനൂപ് എന്ന യുവാവാണ് അഗ്നിരക്ഷാസേനയുടെ കാവലിൽ സുരക്ഷിതമായി മുകളിൽ കയറി തോളിൽ തൂക്കിയ ബാഗിൽ ഡ്രോൺ ക്യാമറയുമായി ദൌത്യം പൂർത്തിയാക്കി താഴെ ഇറങ്ങിയത്. തിരുവാലി അഗ്നിരക്ഷാസേന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൽ ഗോപാലകൃഷ്ണൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രതീഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം ബിപിൻ ഷാജു, SS ഷിജു, പി സുരേഷ്, TP ബിജീഷ്, ഹോംഗാർഡുമാരായ N രവീന്ദ്രൻ, E വിനയൻ, എടവണ്ണ ERF അംഗങ്ങളായ PP ഷാഹിൻ, CP ഹാരിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാരുടെ സഹായത്തോടെ ദൌത്യം പൂർത്തിയാക്കിയത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.